അപ്പോഴേ ഇന്ന് നമ്മുടെ സ്ഥലത്ത് തെങ്ങ് മുറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരിക്കുക കേട്ടോ. അതായത് നമ്മളെ വീടിൻ്റെ മുകൾ വശത്തേക്ക് 2-3 തെങ്ങ് മാറി നിൽക്കുന്നുണ്ട്, ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ 2 തെങ്ങിനെ പിന്നെ കട്ട് ചെയ്തിട്ട് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളെ വീടെടുത്ത സന്തോഷം പിന്നെ വീഡിയോ എടുക്കുന്നതാണ്. ആ വീടിനെ അനുബന്ധിച്ച് പല വർക്കുകളും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ വർക്കുകളൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് കുറേശ്ശെ ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എമ്മ വായോ. ണ്ട് പക്ഷുണ്ടോ? ആശുണ്ടോ? എന്താട്ടണ് ഇളനീര് ഇതാരാ? ഏമ്മ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇതിട്ടാ. 52 പടി കിടക്കുന്നുണ്ട്. ഇവിടുന്ന് മുതലിങ്ങനെ സ്റ്റെപ്പ് ഉണ്ടി കഴിഞ്ഞാൽ 52 പടി കിടക്കുന്നുണ്ട്. വീട്ടിലൊക്കെ ഇത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വീടിൻ്റെ വർക്ക് ചെയ്യണതിന് മുന്നേ വീടിന് മുകളിലേക്ക് 1-2 തെങ്ങുകൾ ചാഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മുറിക്കാനുള്ള പരിപാടിയാണ്. സാധാരണ ആൾക്കാർ പറയാറില്ലേ, പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും വീടിന് മുകളിൽ ചാഞ്ഞ മുറിക്കണം എന്നുള്ളത്. ആ ഒരു സംഗതിയാണ് ഇവിടെ നമ്മൾ നടന്നിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 3 തെങ്ങുണ്ട്. 3 തെങ്ങിൽ ഒന്നിപ്പോൾ മുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു തെങ്ങും ഇത് മുറിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ സലിഹ, അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ തെങ്ങ് മുറിക്കണ കാണാനും ഇളനീര് കുടിക്കാനൊക്കെ ആയിട്ട് വേണ്ടി വന്നതാണ്. ബാക്കിയുള്ളവരെ കണ്ടിട്ടാ.
വേപ്പിൻ്റെ ഇല കേട്ടത്, വേപ്പിൻ്റെ ഇല. നല്ല നല്ല വൃത്തിയുള്ള ഇലയും അല്ലേ? നല്ല വൃത്തിയുള്ള ഇലയും. വലിയൊരു മണം വെച്ച് നോക്കിയത്. അങ്ങനെ അലുവ പോലെ മുട്ടെടുക്കാറാ. അത്ര വലിയ മടലിനുണ്ടാ. അത് കളഞ്ഞാൽ പിന്നെ അത് അതെ ഇതെല്ലാവരും മുറിച്ചറിയില്ല. ഇത് മുറുക്കണവരേ മുറിച്ച് മുറിക്കുന്നു. സാധാരണ ആൾക്കാർ അതിൻ്റെ മണ്ട അവിടെ വെച്ചിട്ട് വീട്ടിൽ മുറില്ല. പൊന്നു അത് കളഞ്ഞാളെ, അത് കളഞ്ഞ ഇത് നോക്ക്, ഇത് നോക്ക്, അത് നോക്ക്. അതാണ് അങ്ങനെ ഈ 2-3 തെങ്ങുകളൊക്കെ മെല്ലെ നീക്കിട്ടോ, കട്ട് ചെയ്ത് നീക്കി. മുറ്റത്ത് ഒരു വേപ്പിൻ്റെ മരം ഉണ്ടായിരുന്നു. ആ വേപ്പിൻ്റെ മരം മുറിക്കാൻ താല്പര്യമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഈ മുറ്റം ഇവിടുന്ന് അങ്ങോട്ട് മണ്ണെടുത്ത് നീക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേപ്പിൻ്റെ മരം മുറിക്കേണ്ടത് നിർബന്ധമായതാണ്. അതിന് ഒരുപാട് വേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാവിന് ഇവിടെ തന്നെ നിലനിർത്തും, മുറ്റത്തെടുത്ത നല്ലതായിട്ട്. പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു അണ്ണക്കര മരം ഉണ്ടായിരുന്നു, അണ്ണക്കര ഈ ഈച്ചക്കായൊക്കെ ഉള്ളത്. അതിനും മുറിച്ചൊഴിവാക്കി. പിന്നെ ഒരു എണ്ണക്കര വേറെ നമ്മൾ അതിരിൽ നിൽക്കുന്നുണ്ട്, അതുകൂടി കട്ട് ചെയ്ത് ഒഴിവാക്കും. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നിലനിർത്തുള്ള പരിപാടി തന്നെയാണ്. എന്തായാലും ഇതാണ് നമ്മളെ വീടിൻ്റെ ഇപ്പോഴത്തുള്ളൊരവസ്ഥ. പിന്നെ ഇനി ഇതിൻ്റെ രൂപമാറ്റങ്ങൾ ചെറുതായിട്ട് നമ്മൾ കൊണ്ടുവരും കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ പമ്പോസാണ് കേട്ടോ, വീടിൻ്റെ അടുത്ത് ചേർന്നെടുക്കുന്ന പമ്പോസാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. പുഴക്കരയോട് ചേർന്നിട്ടാണ് കേട്ടോ നമ്മളെ ഈ സ്ഥലം കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് മോട്ടറോ? അങ്ങനെ ഇന്നത്തെ വർക്ക് ഏകദേശം തീർന്നു തുടങ്ങിയിട്ടാ. നമ്മൾ ഇവിടെ ഒരു അണ്ണക്കരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് വിറകാക്കി. ഏതായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു വെട്ടി തെളിച്ച്. ഓക്കെ, നമ്മൾ മാവ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് അതിൽ 1-2 കൊമ്പുകൾ മാത്രം ആഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിന് 1-2 കൊമ്പുകൾ മാത്രം ആഞ്ഞിട്ടുള്ളൂ. ബാക്കി കുറച്ച് വാഴ കാര്യങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. വാഴക്കത് എന്തായാലും ഒഴിവാക്കേണ്ടതാണ്, ഈ വാഴയും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ വേറൊരു പിന്നെ സംഗതികളൊക്കെ വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. വരും വീടുകളിൽ അതൊക്കെ വ്യക്തമായി കാണാം കേട്ടോ. ഇവിടെയൊക്കെ ആകെ പൊന്ത കെട്ടി കളിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് മൊത്തം വൃത്തിയാക്കി എടുത്ത്. വാഴയുടെ മുകളിൻ്റെ മാവിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഇറ്റിക്കണ്ണി പറഞ്ഞ സാധനമായിരുന്നു കേട്ടോ അത്. ഈ സാധനം മാവിൻ്റെ മുകളിൽ ഇതേമാതിരി ഇങ്ങനെ പറ്റി പിടിച്ച് കയറി കഴിഞ്ഞാൽ മാവിൻ്റെ കൊമ്പൊക്കെ വേഗം ഉണങ്ങിപ്പോവും. അപ്പോൾ കൂടുതലുള്ള കൊമ്പൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട്
കുറവുള്ള ഒക്കെ അവിടെ മെല്ലെ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും മുറ്റത്ത് നല്ലൊരു മാവ് അതവിടെ നിലനിർത്തി. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശമൊക്കെ പുഴയൊക്കെ ഇങ്ങനെ കാണൽ തുടങ്ങി. ആദ്യം ഒന്നും പുഴയൊക്കെ ഇങ്ങനെ ഇത്ര വ്യക്തമായിട്ട് കണ്ടിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പുഴയൊക്കെ ഇങ്ങനെ കാണൽ തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസം പടിപടിയായിട്ട് ചെറിയ ചെറിയ വർക്കുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്ത് തീർക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ് കേട്ടോ. ഇതാണ് കോൺക്രീറ്റ് വഴി. അതിന് നമുക്ക് മാത്രമേ ഉള്ളൂ, പമ്പേഴ്സിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ വണ്ടികളൊന്നും യാത്ര ചെയ്യാത്ത കാരണം ആകെ ചപ്പും പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് കൂടുതൽ നടന്നു വരുന്ന വഴി ഈ ഒരു വഴിയാണ് കേട്ടോ. കണ്ടോ 52 പടികളുള്ള ഒരു നീണ്ട സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഏറെക്കുറെ ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ തുടർന്നുള്ള കാണാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.